ഹലോ, അസ്സാം വലൈക്കും. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നാട്ടോ. നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് വൈകുന്നേരം കുറേ വെറൈറ്റി പൊരിക്കടികളൊക്കെ ട്രൈ ചെയ്യാനൊരു പൂതി അല്ലേ. വൈകുന്നേരം വരെ വിചാരിക്കും ഇന്ന് പൊരികളൊന്നും വേണ്ടാന്ന്. പക്ഷേ ഒരു അസറൊക്കെ നിസ്കരിച്ച് നമ്മളിങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് നോക്കും, ഇന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാം. അതുവരെ വിചാരിച്ച തീരുമാനങ്ങളൊക്കെ മാറ്റിയിട്ട് എന്തെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പൊരിക്കടി നമ്മൾ യൂട്യൂബ് പോയിട്ട് നോക്കൂലേ. എത്ര അറിയണവരാണെങ്കിലും നമ്മൾ യൂട്യൂബിൽ പോയിട്ടൊന്ന് സംശയം തീർത്തിട്ടേ വരുള്ളൂ. അങ്ങനെ ഞാനും ഒരു 3 പൊരിക്കടീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. റെസിപ്പി എന്ന് പറയാനല്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. വീഡിയോ ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ മസാലയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ഒന്നാലും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് നമ്മൾ ഈത്തപ്പഴം നല്ലോണം കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഈത്തപ്പഴം പൊരിക്കാനുള്ള കേട്ടോ. ഇത് നമുക്ക് കിളിക്കൂട്. ഇതിൻ്റെ മസാല ഞാൻ എങ്ങനെ തയ്യാറാക്കിയെന്ന് വെച്ചാൽ 4 വലിയ സവാള എടുത്തിട്ട് കുനുകുന അരിഞ്ഞിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു. ഒരു 10 മിനിറ്റ് ടൈം കേട്ടോ. അതിന് പകുതി മസാല ഞാൻ എന്ത് ചെയ്തു, നമ്മൾ സമൂസൻ്റെ മിക്സിക്ക് എടുത്തു. ആ ഉള്ളിയുടെ പകുതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കനും കുരുമുളകും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിരുന്നു. അത് എല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നല്ല മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് ഈ മസാലയൊക്കെ ചേർത്തിട്ട് കുറച്ച് കുരുമുളകും ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് നമ്മൾ സമൂസൻ്റെ മാവ് ഇവിടെ റെഡിയാക്കി കേട്ടോ. ഫില്ലിങ് ഇവിടെ റെഡിയാക്കി. പിന്നെ എന്താ, നമ്മൾ ഇതിലേക്ക് പകുതി സവാള വാട്ടിയതും 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും അത് ഇതിലേക്കും ചേർത്തു. ഇത് നമുക്ക് കിളിക്കൂട് ഉണ്ടാക്കാനുള്ളത്, ഇത് നമുക്ക് സമൂസക്കുള്ളത്. അപ്പോൾ രണ്ടുക്കും കൂടി ഒരു ഫില്ലിങ് ആക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്, ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പിന്നെ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് നമ്മൾ കമൻറ്റിലൂടെ പറയട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ നമ്മൾ സമൂസൻ്റെ ഷീറ്റാണിത്, നിങ്ങൾ ഒട്ടിക്കാനുള്ള മൈദമാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് സമൂസൻ്റെ ഫില്ലിങ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടോ. ഇത് നമുക്കൊന്ന് ഈ ഷീറ്റ് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഷീറ്റൊന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, പക്ഷെ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിക്കണമെന്നുള്ളൂ. ഒരു ഷീറ്റ് എടുക്കുക, അതുപോലെ കോണാക്കി മടക്കുക. എല്ലാവർക്കും അറിയും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുള്ളൂ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് 1 സ്പൂൺ മാവ് ഫില്ലിങ് എടുക്കുക. ഇതുപോലെ കോണായിട്ട് മടക്കിയെടുക്കുക. വീണ്ടും ഇതുപോലെ ഈ ബാക്കി വരുന്ന ഈ ഭാഗം നമുക്ക് ഇങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ എല്ലാം നമുക്ക് ഇന്ന് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ സമൂസൻ്റെ ഷീറ്റ് ഈ കവറൊന്ന് പൊട്ടിച്ചാൽ ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കരുത്. ഷീറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഇതൊരു കവറിൽ കെട്ടിയിട്ട് വെക്കുക കേട്ടോ. എന്നാൽ നമുക്ക് ഓരോ ദിവസവും ആവശ്യമുള്ളത്ര ഷീറ്റ് എടുത്തിട്ട് പിന്നെ വീണ്ടും അതേപോലെ വെച്ചാൽ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും. അല്ലെങ്കിൽ ഇത് നമ്മൾ മടക്കുന്ന സമയത്ത് സൈഡ് പൊട്ടിപ്പോവും കേട്ടോ. 75 രൂപയാണ് നമുക്ക് ഒരു പാക്കിനായിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സമൂസൻ്റെ ഷീറ്റൊക്കെ നമ്മളിവിടെ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഒട്ടിക്കട്ടെ. ഈ പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഓരോന്നിൻ്റെ സൈഡ് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ സമൂസ
ഇത്രയും സമൂസ ഉണ്ടാക്കി എടുത്തിട്ടോ എല്ലാം നമ്മുടെ സൈഡൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കാടമുട്ട കൊണ്ട് നമുക്കൊരു കിളിക്കൂട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് കിളിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സേമിയ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 2 സാധനങ്ങളും ഇവിടെ റെഡിയാണ്. നമ്മുടെ ഫില്ലിങ് റെഡിയാണ്. കാടമുട്ട പൊഴി വെച്ചിട്ടുണ്ട്. നമ്മുടെ കിളിക്കൂടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സേമിയാണ്. അത് നല്ല ചെറുതാക്കി റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ്. ഒന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് മാവ് കയ്യിലേക്ക് എടുക്കുക. അത്രയും വലിപ്പം മതി കേട്ടോ. നല്ലോണം ആദ്യം റോൾ ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് എണ്ണ തടവട്ടോ. എണ്ണ തടവിയിട്ടില്ല. റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കുക. ഈ കുഴിയിലേക്ക് നമുക്കിതാ ഒരു മുട്ട അങ്ങ് വെച്ചെടുക്കുക. കണ്ടില്ലേ? എനിക്ക് അതൊന്നും അറിയില്ല എന്നോട്ടെ. കിളിക്കൂട് പറഞ്ഞാൽ എന്താ എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നും. കണ്ടില്ലേ? ഒരു കൂട്ടിൽ കിളി മുട്ട ഇട്ടിരിക്കണ പോലെ അല്ലേ? ഇത് നമുക്കിനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, ഈ സേമിയയിൽ റോൾ ചെയ്യുക. അപ്പോൾ നമുക്കത് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിളിക്കൂടിനുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 മുട്ടയുടെ ബാക്കിയായി. നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതിൽ മുക്കിയിട്ട് ഇതിൽ ഡിപ്പ് ചെയ്യുക, എണ്ണയ്ക്കിടുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. നേരെ നമുക്ക് സേമിയയിലിട്ട് ഒന്ന് റോൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടോ. കിളിക്കൂടിൽ നമ്മൾ സേമിയ പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് പണി പറ്റും കേട്ടോ. സമൂസനെ പോലെയല്ല, കിളിക്കൂട് കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ റെഡിയായി. നമുക്കൊന്ന് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഈത്തപ്പഴം ഒന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈത്തപ്പഴമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കിളിക്കൂട് റെഡിയാക്കി സമൂസയും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു 10-15 പേർക്ക് നോമ്പ് തുറക്കാനുള്ളൊരു പൊരിക്കടിയാണ്. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് അറിയിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അസ്സലാമു അലൈക്കും. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. Bye.